സ്ത്രീകൾക്ക് നേരെയുള്ള ലിംഗാധിഷ്ഠിതമായിട്ടുള്ള അതിക്രമങ്ങൾ ദിനം പ്രതി ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ, ഓൺലൈൻ തലത്തിലുള്ള ഹരാസ്മെൻറ്റുകൾ, സ്ത്രീകളെയും കുട്ടികളെയും കടത്തിക്കൊണ്ടുപോകുന്നത് തുടങ്ങി നിരവധി തലത്തിലുള്ള അതിക്രമങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു കവിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ നേരം പുലരുന്നത് തന്നെ ഇത്തരത്തിൽ അപകീർത്തികരമായ വാർത്തകളുടെ ഒരു കൂമ്പാരത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീ എത്ര ശക്തിയും വിദ്യാസമ്പന്നയും ആകുമ്പോഴും അവൾ അർഹിക്കുന്ന തലത്തിലുള്ള അർഹിക്കുന്ന തലത്തിലുള്ള ഒരു ഉയർച്ച നേടുന്നതിന് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഘാതങ്ങൾ തടസ്സമാകാറുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ധാരാളം പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം നിയമനിർമ്മാണങ്ങളും നിരവധി പ്രോഗ്രാമുകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് സിന്ധു BS, അസിസ്റ്റന്റ് പ്രൊഫസറാണ് MES ട്രെയിനിങ് കോളേജ് എടത്തല. 2012 ഒരുപക്ഷെ ലോകമെമ്പാടും നടുങ്ങി മറച്ച ഒരു വാർത്തയായിരുന്നു നിർഭയ കൊലപാതകം. അതിൻ്റെ പശ്ചാത്തലത്തിൽ 2013 കാലഘട്ടത്തിൽ ഗവൺമെൻറ് സ്ഥാപിച്ച നിർഭയ ഫണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന നിർഭയ പ്രോഗ്രാം വളരെ മികവുറ്റ ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നത്. 2013-14 കാലഘട്ടത്തിൻ്റെ ബജറ്റിൽ ഏകദേശം 1000 കോടിയോളം രൂപയാണ് ഗവൺമെൻറ് ഈ നിർഭയ ഫണ്ടിന് വേണ്ടി സമാഹരിച്ചിരിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അക്രമത്തിൽ ഇരയാകുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ പ്രോഗ്രാമിലൂടെ ഗവൺമെൻറ് വിഭാവന ചെയ്യുന്നു. അപ്പോൾ അതിന് എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള അക്രമം നേരിടുന്ന ഇത്തരം സ്ത്രീകളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലും അവർക്ക് പുനരധിവാസം സാധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുകയും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പിങ്ക് ബസ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകം ബസ്സാണ് പിങ്ക് ബസ് എന്ന് പറയുന്നത്. പിങ്ക് പോലീസ് എന്ന് പറയുന്ന വനിതാ പോലീസുകളുടെ മാത്രം സ്ത്രീ പെട്രോളിംഗ് പോലീസിന്റെ ഒരു സംഭവമൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. പിങ്ക് ബസ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആബൽ ബട്ടൺ ഇപ്പൊ ബസ്സുകളിലായാലും അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അപകടങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആവൽ ബട്ടണുകൾ ഏർപ്പെടുത്തുക. ഈ ആവൽ ബട്ടണുകൾ ഉപയോഗിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ചൂഷണത്തിലേക്കോ വിധേയമാകാൻ പോകുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ നിസ്സഹായത അല്ലെങ്കിൽ തനിക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ബസ്സിലുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, സ്ത്രീകൾ കൂടുതൽ വരുന്ന ഇടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ പൊതു ക്യാമറകൾ സ്ഥാപിക്കുക, CCTV സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. നിരന്തരം ഒരു ക്യാമറയുടെ വലയത്തിലാണെന്നുള്ളത് പലപ്പോഴും പല അക്രമികൾക്കും ഇത്തരത്തിലുള്ള ദുഷ്കാമ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് വളരെ ഒരു സാഹചര്യം അവിടെ ഒരുക്കുമെന്നാണ് നമുക്ക് പ്രത്യാശിക്കുന്നത്. മറ്റൊന്നത് ആപ്ലിക്കേഷൻസാണ്. GPS ആപ്ലിക്കേഷൻസ്, അതായത് ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത്, ഒരു വാഹന സംവിധാനത്തിന് യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ GPS ട്രാക്കിംഗ് സംവിധാനം തൻ്റെ ബന്ധുമിത്രാദികൾക്കോ
തന്നെ സുരക്ഷിതമായിട്ട് തന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിലേക്കോ താൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ GPS ട്രാക്കിംഗ് സംവിധാനം വരെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും സുരക്ഷിതമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു നിമിഷവും ഇത്തരത്തിലുള്ള ഒരാൾ അപകടത്തിൽപ്പെടാനൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ പോലീസിൻ്റെ സഹായവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും പോലീസിന് തന്നെ ഒരു നിർഭയ ആപ്പ് തന്നെ പ്രത്യേകിച്ചും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതുപോലെ അടിയന്തരമായിട്ടുള്ള പോലീസ് നമ്പറുകൾ 112 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ സൗകര്യങ്ങൾ പോലീസ് സഹായങ്ങൾ തൊട്ടടുത്തുള്ള കൺട്രോൾ റൂമിൽ നിന്നും അടുത്തുള്ള പോലീസ് സംവിധാനങ്ങൾ തന്നെ അടുത്തേക്ക് എത്തുന്നതായി കാണുന്നുണ്ട്. അതുപോലെ 1090 എന്ന് പറയുന്ന നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പല പല സാഹചര്യങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഖി സെൻ്ററുകളുണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് തങ്ങാൻ ആവശ്യമായ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസ്. അപ്പം ഇങ്ങനെ ഉള്ള ധാരാളം സംവിധാനങ്ങൾ ഈ നിർഭയ സംവിധാനത്തിന് കീഴിൽ വരികയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആയോധനമുറകളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെയാണെങ്കിൽ ജ്വാല എന്ന് പറയുന്ന വനിതാ ഒരു പോലീസ് സംവിധാനമുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എങ്ങനെ സെൽഫ് ഡിഫെൻസിങ്ങിനുള്ള മാർഗങ്ങൾ അവരെ പഠിപ്പിക്കുന്ന ജ്വാല എന്ന കേരള പോലീസിൻ്റെ സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വന്തം സുരക്ഷിതത്വമുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റുകയും സ്വയം പ്രതിരോധിക്കാനും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ആത്മവിശ്വാസത്തോടുകൂടി വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവബോധന ക്യാമ്പയിനുകൾ ധാരാളം നടത്തുന്നത് വഴി കുട്ടികൾക്ക് ഈ പറയുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും അത് കൃത്യമായ പൊതു നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയോടുകൂടി തന്നെ രക്ഷപ്പെടുന്നതിനും ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനുമുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഈ നിർഭയ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വയം രക്ഷാ സംവിധാനങ്ങളും ഇതൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ പൊതുസമൂഹം കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സ്ത്രീകളോടൊപ്പം പൊതുസമൂഹവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. പൊളിറ്റീഷ്യൻസും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വെളിച്ചം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത് നാടിൻ്റെ സുരക്ഷയാണെന്നും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതും ആ ഒരു വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ശക്തി വരുത്തുന്നതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.